വയനാട്ടിൽ ഒറ്റയാൻ്റെ വിളയാട്ടം. നീലഗിരി അതിർത്തിയായ നെല്ലാക്കോട്ട ടൗണിൽ കാട്ടാന കാർ കുത്തിമറിച്ചിട്ടു. ഞാൻ നേരത്തെ പറഞ്ഞ വാർത്തയാണ്. നാട്ടുകാർ പറയുന്നത് ഈ കുറച്ച് ദിവസമായി ഒരു കാട്ടാന പരിസരത്ത് അങ്ങനെ വിലസി നടക്കുകയാണെന്നാണ്. വണ്ടിയുണ്ട് വയനാട്ടിൽ നിന്നും സുർജിത്ത് അയ്യപ്പത്തെ ടെലിഫോണിൽ ചേരുന്നു. സുർജിത്ത്, കുറേ മണിക്കൂർ എടുത്തോ ഈ കാട്ടാനയെ ഇവിടുന്ന് മാറ്റാൻ? എന്താണ് വിവരം? അറിയിട്ടില്ല. ഞാനൊരു തിരിച്ചുണ്ട്. വയനാട്ടിലല്ല, ഇത് നീലഗിരി ജില്ലയിലാണ്, തമിഴ്നാട്ടിന്റെ ഭാഗമാണ് ഈ പ്രദേശം. ഈ ബത്തേരി നൂൽപ്പുഴയിൽ നിന്ന് ഏതാണ്ട് 10 കിലോമീറ്റർ അകലെയാണ് ഈ സ്ഥലമുള്ളത്. ഒരാഴ്ചയായി ഒറ്റയാൻ വലിയ രീതിയിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളതാണ് ആ പ്രദേശത്തുള്ള ആളുകൾ എല്ലാം തന്നെ പറയുന്നത്. മലയാളികൾക്കുള്ള പ്രദേശമാണ്, മലയാളികളായിട്ടുള്ള ആളുകൾക്കുള്ള പ്രദേശമാണ്. അവിടെയാണ് ഇങ്ങനെ ഒരു പരാക്രമം ആന കാണിച്ചത്. ഇന്ന് വൈകിട്ട് 9 മണിയോട് കൂടി ഒരു കാറ് കുത്തി മറിച്ചിടുന്ന ദൃശ്യമാണ് പുറത്തു വന്നിട്ടുള്ളത്. അത് സിറാജുദ്ദീൻ മൗലവി എന്ന പ്രദേശവാസിയുടെ കാറാണത്. ആ കാറ് പൂർണ്ണമായും കുത്തി മറിച്ച് ഇടുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ആളുകൾ പടക്കം പൊട്ടിച്ചും മറ്റും അതിനെ ഓടിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ആന പിന്തുടരുന്നില്ല. ഒരാഴ്ചയായി ആനയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. ഒരു ഗ്രൗണ്ടിലേക്ക് കുട്ടികൾ കളിക്കുമ്പോൾ അവിടേക്ക് ആന ഇറങ്ങി വരുന്ന ദൃശ്യം നേരത്തെ പുറത്തു വരുന്നു. ആ ആന തന്നെയാണ് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. നേരത്തെയും സമാനമായ രീതിയിലൊരു ഇങ്ങനെ വാഹനങ്ങൾക്ക് നേരെ കാട്ടാനകളുടെ ആക്രമണം ഉണ്ടായിട്ടുള്ള സ്ഥലമാണ് നെല്ലാക്കോട്ട. അവിടെ നിന്നാണ് ഇത്തരത്തിലൊരു ദൃശ്യം കൂടി പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. ആനയെ കാട്ടിലേക്ക് തുരത്താനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഓക്കെ, താങ്ക് യു. സുർജിത്ത് അയ്യപ്പത്താണ് ടെലിഫോണിൽ ഉണ്ടായിരുന്നത്.